ഇല്ലേ? രണ്ട് വ്യക്തികൾ തമ്മിൽ മാത്രമല്ല യോജിക്കുന്നത്, അതിൽ രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ച് ചേരുന്നുണ്ട്, രണ്ട് കുഞ്ഞുങ്ങളുണ്ടാവുന്നുണ്ട് ഒക്കെ. ഇതെല്ലാം മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ അതിനൊന്നൊരു പ്രാധാന്യം കൊടുക്കാത്ത ആളാണ് ഏറ്റവും മോശമായ പാർട്ട്നേഴ്സ്. ഇവിടെ ഭാര്യ ഭർത്താവ് എന്ന് പറയണ്ട, രണ്ടാൾക്കും ഇത് സംഭവിക്കാം. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ നമ്മൾ നല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞു. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ സെക്ഷൽ ലൈഫ്, നമ്മൾ സെക്സ് എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കുടുംബജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ സെക്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ വിവാഹ ജീവിതത്തിൽ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതെന്നാണ് വിവാഹ ജീവിതം എന്നൊന്നും കരുതരുത്. വെറും സെക്സിന് വേണം ഞാൻ കല്യാണം കഴിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അതുണ്ടാവും. അതല്ല, പാർട്ട് ഓഫ് ദ ലൈഫ്. നമ്മൾ ഭക്ഷണം കഴിക്കുകയും വസ്ത്രം എടുക്കുകയും നമ്മളൊരു നീഡ്സാണ് അല്ലേ? വിശന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്കും ഞാൻ കഴിക്കുന്ന അത്ര ക്വാണ്ടിറ്റി ചിലപ്പോൾ നിങ്ങൾ കഴിച്ചില്ല എന്ന് വരും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ചിലപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല എന്ന് വരും. അതേപോലെ തന്നെയാണ് സെക്സിൻ്റെ കാര്യത്തിലും. എനിക്ക് ഇന്ന ആളെപ്പോലെ ആവണം, അല്ലെങ്കിൽ ഈ രീതിയിൽ ആവണം, ഇങ്ങനെ സെക്സ് ചെയ്യണം എന്നൊക്കെ കരുതുമ്പോൾ അത് ചിലപ്പോൾ വിവാഹ ജീവിതത്തിനൊക്കെ സാരമായി ബാധിക്കും. ഓക്കെ. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആളുകൾക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷനുള്ള ഒരു ഏരിയയാണ് ഈ ഫസ്റ്റ് ടൈം സെക്സ് എന്ന് പറയുന്നത്. അതായത് ആദ്യമായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ പലപ്പോഴും പല കൺഫ്യൂഷൻസും ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് ഇപ്പം പുരുഷന്മാർ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നൈറ്റിലാണെങ്കിൽ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഒരു എന്താ പറയുക, പെട്ടെന്ന് ശുക്ലം പോകുന്നത് അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ സ്ത്രീ സെക്സിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം? ഓക്കെ. ഈ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഒരു ബുക്കുണ്ട്, യക്ഷി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ അടുത്ത് അറിയുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിവാഹത്തിൻ്റെ ഒക്കെ കുറച്ച് മുമ്പ്, ഒരു സംഭവമാണ്. അപ്പോൾ അദ്ദേഹം ആ ബുക്സ് വായിക്കുകയും അദ്ദേഹത്തിൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടൊരു സമയമായിരുന്നു. അപ്പോൾ ഇത് എന്നോട് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല, അല്ല അങ്ങനെ ഞാൻ എൻ്റെ ഇണയെ സാറ്റിസ്ഫൈഡ് ആക്കുന്നു. അപ്പോൾ അദ്ദേഹം ആ ബുക്സിൽ ഏകദേശം വായിച്ചിട്ട് വന്നൊരു നോവലാണ്, മനോഹരമായിട്ടുള്ളൊരു ബുക്സാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് ആണിന് മാത്രമല്ല പെണ്ണിനും ഉണ്ടാവും. തീർത്തും സ്ട്രേഞ്ചറായിട്ടുള്ളൊരു വീട്ടിലേക്കും അറിയാത്ത വീട്ടിലേക്കൊക്കെ പണ്ട് കല്യാണം കഴിച്ച് പോകാറുണ്ട്. ഇന്നിപ്പം അതല്ല, ഇന്നൊക്കെ കുറച്ചും കൂടെയൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിനൊരു പ്രത്യേകിച്ച് പ്രിപ്പയർഡ് ആയിങ്ങാണ്ട് പോകാനൊന്നും പറ്റില്ല. സെക്ഷൽ എഡ്യൂക്കേഷൻ വേണം, അത് നമ്മൾ വിദ്യാലയങ്ങളിൽ തന്നെ കൊടുക്കണം, സെക്ഷൽ എഡ്യൂക്കേഷൻ. പിന്നെ ഇവിടെ നമ്മൾ വെച്ചാൽ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ട് സെക്സിലേക്ക് പോകുക എന്നുള്ള ഒരു യുദ്ധത്തിന് പോവില്ല. അവിടെ എന്ന് വെച്ചാൽ ഏറ്റവും സന്തോഷകരമായ നമ്മളൊരു ഇണയുടെ അടുത്തേക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്വകാര്യ നിമിഷങ്ങളിലേക്ക് പോവുകയാണെന്നുള്ള ഒരു മാനസിക തലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ കല്യാണ വീടുകളിൽ പാട്ടുപാടിയും ഒപ്പന കളിച്ചൊക്കെ പെണ്ണിനെ ഉള്ളിലാക്കുന്ന സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും മനോഹരമാണ്. പക്ഷേ അത് അവർ നന്നായിട്ട് അറിഞ്ഞതിന് ശേഷമാണ് സെക്സിലേക്ക് പോകുന്നത്. അതിൻ്റെ മുമ്പ് എന്തായിരിക്കണം, സെക്ഷൽ എഡ്യൂക്കേഷൻ കിട്ടണം. പിന്നെ വിവാഹബന്ധത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത് ചെറിയ പേടി കൊണ്ടും കാര്യം കൊണ്ടൊക്കെ ആയിരിക്കാം ഉണ്ടാവുക. അത് പയ്യെ പയ്യെ മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ കിട്ടണം. പിന്നെ ഫസ്റ്റ് നൈറ്റ് ഈ പോലെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇണയിലേക്കുള്ള ഒരു അടുപ്പായിട്ട് കാണണം. അത് ധൃതി വെക്കാതിരിക്കുക, കൂടുതൽ മനസ്സിലാക്കിയിരിക്കുക. സ്നേഹത്തിൻ്റെ ഒരു കൂടി വരുന്നൊരു സമയത്തായിരിക്കണം സെക്സ് എന്നുള്ളത്. അല്ലെങ്കിൽ സെക്സിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് നൈറ്റിൽ റെഡി ആവണം എന്നുള്ള രീതിയിലായിട്ടുണ്ടെങ്കിൽ അത് വേറെയാണ്. അപ്പോൾ സെക്സ് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സംഗതിയാണ്, രണ്ടാൾ ഓർമ്മയിലും നിൽക്കേണ്ട ഒരു കാര്യമാണ്. അത് പേടിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അത് നല്ല സെക്ഷൽ എഡ്യൂക്കേഷനും കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ പ്രീ മാരേജ് കൗൺസിലിംഗ് ഒക്കെ നടക്കുമ്പോൾ അതിനുള്ള എഡ്യൂക്കേഷനൊക്കെ കിട്ടും. ഇപ്പം പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ദർ ഇസ് എ റെസ്പോൺസിബിലിറ്റി പിള്ളേർക്ക് സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് നല്ല രീതിയിലായിരിക്കണം. സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം തന്നെ അതുപോലെ തന്നെയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ ലിവിങ് ടുഗദർ ആയിക്കോട്ടെ, ഇപ്പോൾ ടീനേജേഴ്സിന് ഇടയിലാണെന്നുണ്ടെങ്കിലും സെക്ഷൽ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് ഇപ്പോൾ കൂടി വരുന്നുണ്ട്. മുമ്പത്തെ പോലെ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ടീനേജേഴ്സിൽ സെക്ഷനിലേക്ക് അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ടീനേജേഴ്സിന് സെക്സൽ ഇതിലേക്ക് പോകുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമൊന്നുമല്ല അത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും. പക്ഷേ ഇന്നത്തെ കാലഘട്ടം മാറി വരികയാണ്.
കുട്ടികളെ ചിന്താഗതിയിൽ മാറി വരികയാണ് ഒക്കെ ഓക്കെയാണ്. അപ്പോൾ രണ്ട് പേരും ഇപ്പോൾ പ്രായപൂർത്തിയാകാത്ത രണ്ട് പേര് സെക്സിൽ ഏർപ്പെടുക അത് കുറ്റകരമാണ്. പ്രായപൂർത്തിയായ രണ്ടാൾക്കാർ സെക്സിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ അവർ സമ്മതപ്രകാരമാണെങ്കിൽ ഓക്കെ. അങ്ങനെ ആവുമ്പം അവിടെ കുഞ്ഞുങ്ങളെയോ കുടുംബത്തെക്കുറിച്ചൊന്നും ആവുന്നില്ല, അവിടെ സെക്സിലേക്ക് പോകുന്നുണ്ട്. അത് അവരെ തുടർ ജീവിതത്തെ ബുദ്ധിമുട്ടുണ്ടാക്കാം. കാരണം പലതരത്തിലുള്ള പേടി ഉണ്ടാക്കാം, ഇണയെ ആ രീതിയിൽ സംശയിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോവാം, അവരുടെ ഫാമിലി ലൈഫിനെ അത് ബാധിക്കാം. അതിനേക്കാളേറെ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതാവും മിക്കവാറും ഇവരിതിലേക്കൊക്കെ പോവുക. അപ്പോൾ ആ പ്രൊട്ടക്ഷനെങ്കിലും തൽക്കാലം എടുക്കാനുള്ളൊരു ബുദ്ധിയെങ്കിലും ഈ പിള്ളേർ കാണിക്കണം. പക്ഷേ എന്താണ് ആ രീതിയിൽ അപ്പം തോന്നി, ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രണയം പോലെ, ഒരു ടീനേജിൽ തോന്നുന്ന ഒരു പ്രണയം പോലെയൊക്കെ തന്നെയാണ് ആ സമയത്ത് നോക്കുന്ന സെക്സ് എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ അത് പലപ്പോഴും തുടരുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസൊക്കെ വെച്ച് നോക്കിയിട്ട് അത് തുടർച്ചയായ അവരുടെ വിവാഹ ജീവിതത്തിനെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് ആയി പോവാറുണ്ട്. എല്ലാം ആയി പോവാറുണ്ട്. പിന്നെ നമ്മൾ അമേരിക്കയിലോ യൂറോപ്പിലൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്, നമ്മൾ കേരളത്തിലും ഇവിടെയൊക്കെയാണ് ജീവിക്കുന്നത്. നമ്മളുടേതായിട്ടുള്ളൊരു സംസ്കാരവും ഒരു മോറൽ സൈഡൊക്കെ ഉണ്ട്. അത് ജീവിതത്തിൽ കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കീപ്പ് ചെയ്യുന്നതും കുറച്ചും കൂടി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ടീനേജേഴ്സ് ഈ കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്യുക. ഇൻ കേസിൽ അവർ അത് പ്രൊട്ടക്ഷൻ മീൻസ് എന്ന് പറഞ്ഞാൽ യൂസ് ദ കോണ്ടം എന്നെങ്കിലും നമ്മൾ ചെയ്യുക. ആ രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ നടത്തുന്നത് നല്ല. ഇതൊരു പ്രോത്സാഹനമൊന്നുമല്ല ഒരിക്കലും. നമ്മൾ ഈ ടീനേജേഴ്സിൻ്റെ ഇടയിലുള്ള സെക്സോ, ടീനേജേഴ്സ് എന്നല്ല, പ്രായപൂർത്തിയായ ടീനേജേഴ്സിൻ്റെ ഇടയിലുള്ള സെക്സ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. പ്രായപൂർത്തിയായ ആൾക്കാരുടെ ഇടയിലാണെങ്കിൽ പോലും പിന്നെ ഇത് ഒരു പ്രൊട്ടക്ഷൻ നടത്തുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ സാർക്ക് അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകൾ വന്നിട്ടുണ്ടാവുമല്ലോ? പല കേസുകളും വന്നിട്ടുണ്ട്, പല രീതിയിലുള്ള കേസുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു കേസ് എന്നൊക്കെ പറയാതെ നമ്മൾ കോമൺ ആയിട്ട് പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. ടീനേജേഴ്സിൻ്റെ ഇടയിലൊക്കെ ഇത് അങ്ങനെ അബദ്ധവശാൽ സംഭവിച്ച ഒരു കേസുകളൊക്കെ നമ്മളെടുത്ത് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, അറ്റ്ലീസ്റ്റ് സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നടത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് യുവാക്കളുടെ ഇടയിൽ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ വരുന്നത്. ലാസ്റ്റ് ഞാനൊരു മൂവി കണ്ടത് ബേബി ഗേൾ. അത് നല്ലൊരു ഇൻഫർമേഷൻസ് ആ സിനിമയിൽ നമുക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, അത് നിങ്ങളീ പറഞ്ഞ ചോദ്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യം അതിലുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കണം പിള്ളേർ. മോറോവർ നമ്മളെ ഫാമിലിക്കും മോറൽ സൈഡിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ടീച്ചിങ് മെത്തേഡും പാരൻറ്റിങ് സ്റ്റൈലൊക്കെയാണ് നമ്മളെടുത്ത് വേണ്ടത്. എത്ര ടെക്നോളജി ഉയർന്നു കഴിഞ്ഞാലും എത്ര നമ്മൾ മാറിയാലും മനുഷ്യനുള്ള ലെവലിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മൂല്യങ്ങളുണ്ട്, അത് കീപ്പ് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ആദ്യമായിട്ട് സെക്ഷൽ ഏർപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് പലപ്പോഴും ഈ ശീക്കർ സ്കാലം ഉണ്ടാവാറുണ്ട്. അത് ശരിക്കും നോർമൽ തന്നെയാണോ? അത് ആദ്യമായിട്ടൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു ബേജാറൊക്കെ ഉണ്ടാവില്ല എന്തായാലും. അപ്പോൾ ഒന്നില്ലെങ്കിൽ സ്ഖലനം നടക്കാതെ പോവാം, അല്ലെങ്കിൽ പെട്ടെന്ന് സ്ഖലനം നടക്കാം. അത് സ്വാഭാവികമാണ്. പിന്നെ സെക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയൊന്നുമല്ല. അത് നമ്മൾ പല ഇതിലും കാണുന്ന പോലെയൊന്നുമല്ല. അത് രണ്ടുപേരെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്സും പരസ്പരം ഉണ്ടാകുന്ന സന്തോഷവും പ്ലഷറൊക്കെ തന്നെയാണ്. അതിലേക്കാണ് നമ്മൾ അത്. പിന്നെ സീരിയസ് കല എന്നൊക്കെ പറഞ്ഞാൽ അത് ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകളൊക്കെയാണ് നമ്മളതിന് അങ്ങനെ കാണേണ്ടത്. അല്ലാത്തതൊന്നും നമ്മൾ അത്ര ബേജാറാവേണ്ടെന്ന് ആവശ്യമില്ല. അത് പല രീതിയിലൊക്കെ പ്ലഷറിലേക്കും എൻജോയ്മെൻറ്റിലേക്കും തൻ്റെ ഇണയെ മനസ്സിലാക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറും. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ വല്ലാണ്ട് പോവുകയാണെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ സഹായമൊക്കെ തേടിക്കഴിഞ്ഞാൽ അതിന് മാറ്റം വരുത്താൻ പറ്റും.